സോ കണക്റ്റഡ് ബോഡീസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ പ്രോബ്ലംസും നോട്ട് ചെയ്യുക. പല രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദ നെക്സ്റ്റ് ടോപ്പിക്കാണ് വർക്ക് എനർജി ഇക്വേഷൻ. സോ വർക്ക് എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് ഇക്വേഷൻ ഫോം ചെയ്തേക്കുന്നത്. സോ നമുക്കറിയാം ഈ വർക്കും എനർജിയും അതുപോലെ തന്നെ പവർ എന്താണെന്നൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടില്ലേ, കുഞ്ഞിനെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഒരു 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 മൂവിങ് ബോഡിയിൽ ഒരു ഫോഴ്സ് ചെയ്ത വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സോ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആ ഫോഴ്സ് കാരണം ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എത്രമാത്രം ഡിസ്റ്റൻസ് ആണോ അത് മൂവ് ചെയ്തേക്കുന്ന ബോഡി, അത് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വർക്ക് ഡൺ കിട്ടും. പിന്നെ യൂണിറ്റിന്റെ ആ യൂണിറ്റ് വർക്ക് ഡൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. സോ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ, ന്യൂട്ടൺ മീറ്റർ വരും, അല്ലെങ്കിൽ ജൂൾസ് നമുക്ക് പറയാം. ദെൻ എനർജി മീൻസ് ഇറ്റ്സ് എ കപ്പാസിറ്റി ടു ഡു വർക്ക് ആണ്. സോ കുറേ ഫോംസ് ഓഫ് എനർജീസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്കലാണ്, മെക്കാനിക്കൽ എനർജിയാണ്. സോ മെക്കാനിക്കൽ എനർജി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും അതുപോലെ കൈനറ്റിക് എനർജി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകട്ടോ. എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിന്റെ സെയിം യൂണിറ്റ് തന്നെയാണ്, അത് ജൂൾ തന്നെയാണ്. ദെൻ പവർ എന്ന് പറയുകയാണെങ്കിൽ ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. പവറിന്റെ യൂണിറ്റ് ഇസ് വാട്ട്സ്. ആൻഡ് ഇസ് ഒരു വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഡിഫൈൻ ആസ് 1 ജൂൾ ഓഫ് വർക്ക് ഡൺ ഇൻ 1 സെക്കൻഡ്. ഫൈൻ. ഇനി വർക്ക് എനർജി ഇക്വേഷൻ ഫോർ ട്രാൻസ്ലേഷൻ, അത് നമുക്ക് ഇക്വേഷൻ പഠിക്കാനായിട്ടുള്ളതാണ്. അത് ബേസ്ഡ് ഓൺ വർക്ക് എനർജി പ്രിൻസിപ്പിൾ ആണ്. സോ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്താ, നമ്മൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. It stated that as a work done by a system of forces acting on a body during a displacement is equal to the change in kinetic energy of the body during the same displacement. സോ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഒരു ബോഡീനെ ഡിസ്പ്ലേസ്മെന്റിന് ചെയ്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ആ ഡിസ്പ്ലേസ്മെന്റ് ടൈമിൽ ആ ബോഡിക്ക് ഉണ്ടായ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയോട് ഈക്വൽ ആണ്. സോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ. സോ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫോഴ്സിനെ എങ്ങനെ എഴുതും? സിഗ്മ എഫ് എന്നിടും. റിസൾട്ടന്റ് ഫോഴ്സ് എന്ന രീതിയിൽ സിഗ്മ എഫ് എന്നിടും, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എസ് എന്നിട്ടും. സോ സിഗ്മ എഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലേ. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു sigma f into s is equal to half m v square minus half m u square ആണ്. സോ ഹാഫ് എം എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ ടേക്ക് ഔട്ട് സൈഡ്. സോ ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടത് ചില പ്രോബ്ലത്തിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ആ ഡയറക്ഷന് കുറച്ച് ഡിസ്പ്ലേസ്മെന്റ് വന്നു എന്നൊക്കെ പറയും. അതുകഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് മൂവിന് ശേഷമുള്ള ആ ഒരു ബോഡിയുടെ വെലോസിറ്റി ഒക്കെ ചോദിക്കുകയാണ്. അങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അത് ഒരു ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, കൂടെ എന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള വെലോസിറ്റിയുടെ കാര്യങ്ങളൊക്കെ തരുവാണ്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു രീതിയിൽ പ്രൊസീഡ് ചെയ്ത് പോകാം. സോ ഒരു എക്സാമ്പിൾ പറയാം. എ ബോഡി വെയിങ് 300 ന്യൂട്ടൺ ഇസ് പുഷ്ഡ് അപ്പ് എ 30-degree പ്ലെയിൻ ബൈ എ 400 ന്യൂട്ടൺ ഫോഴ്സ് ആക്ടിങ് പാരലൽ ടു ദ പ്ലെയിൻ. സോ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 300 ന്യൂട്ടൺ ആണ്. അത് ഈ പ്ലെയിന് പാരലായിട്ട് ഒരു 400 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ പുഷ് ചെയ്യാണ്, വലിക്കുകയാണ്. ഓക്കെ, പുഷ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ചെയ്തേക്കുന്ന കാര്യം ഇത്രയുള്ളൂ. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് പുഷ് ചെയ്യാം, മുകളിലേക്ക് പുഷ് ചെയ്തെന്നുള്ളൂ. ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ ബോഡി ഈസ് 1.5 മീറ്റർ പെർ സെക്കൻഡ്. സോ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 1.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ mu is equal to 0.2 ആണെങ്കിൽ വാട്ട് വെലോസിറ്റി വിൽ ദ ബോഡി ഹാവ് ആഫ്റ്റർ മൂവിങ് 6 മീറ്റർ. സോ 6 മീറ്റർ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. സോ ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റിയുടെ ക്ലൂസും അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു വർക്ക് എനർജി ഇക്വേഷൻ ഈ റിലേഷൻ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. സോ ഈ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്തു? വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന, ഇങ്ങനെയല്ലേ ചെരിഞ്ഞ് വെച്ചേക്കുന്നത് 30 ഡിഗ്രി. സോ അതിൻ്റെ വെയിറ്റിന്റെ ഈ പാരലൽ കമ്പോണന്റ് ഇങ്ങോട്ടേക്ക് വരും, താഴേക്ക് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യും. ഇത് വെർട്ടിക്കലായിട്ട് മാർക്ക് ചെയ്യുക. സോ രണ്ട് കമ്പോണൻസ് മാർക്ക് ചെയ്യുക, ആരോ തെറ്റിക്കാതെ. ഒരെണ്ണം 300 cos 30 ആണ്, മറ്റത് 300 sin 30 ആണ് താഴേക്ക്. അത് രണ്ടും മാർക്ക് ചെയ്യാം.
പിന്നെ പുഷ് ചെയ്യുക, അതിനെ മുകളിലേക്ക് ഞാൻ പുഷ് ചെയ്യുകയാണ് അല്ലേ, പുഷ് ചെയ്യുകയാണ്, ഇത് മുകളിലേക്ക് പുഷ് ചെയ്യുകയാണ്. സോ പുഷ് ചെയ്യുന്ന ഡയറക്ഷൻ ജസ്റ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 400 ന്യൂട്ടൺ മാർക്ക് ചെയ്യാം. പിന്നെ ഈ പ്രോബ്ലത്തിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഓർത്തോളം അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കാണും. സോ ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യാണ്, പുഷ് ചെയ്ത് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യാൻ. സോ അതിൻ്റെ ഇക്വേഷൻ മ്യൂ ആർ എന്നാണ്. ദ വാല്യൂ ഓഫ് മ്യൂ ഇസ് 0.2, അതുകൊണ്ടാണ് 0.2 ആർ എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ദെൻ ആർ എ നോർമൽ റിയാക്ഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. സോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റും രണ്ട് വെലോസിറ്റിയും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായ കാരണം വർക്ക് എനർജി പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക, അതാണ് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ സിഗ്മ എഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന ഇക്വേഷൻ എഴുതാം. സിഗ്മ എഫ് ആദ്യം എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഡിസ്റ്റൻസ് 6 ആണ്. ദെൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ഇനീഷ്യൽ വെലോസിറ്റി യുടെ വാല്യൂ 1.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമുക്ക് ഈ ബ്ലോക്കിന്റെ മാസ് എന്ന് പറഞ്ഞ വെയിറ്റ് തന്നിട്ടുള്ള മാസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വെയിറ്റ് ഡിവൈഡഡ് ബൈ 9.81 ചെയ്താൽ മതി. സോ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഏത് ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് വന്നേക്കുന്നത്, ഈ ഡയറക്ഷൻ അല്ലേ. സോ ഈ ഡയറക്ഷനിൽ ഫോഴ്സിന്റെ സം എന്താണെന്ന് നോട്ട് ചെയ്യുക. സോ മുകളിലേക്ക് മൂവ് ചെയ്യുന്ന കാരണം ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആണ്. സോ 400 മൈനസ് 300 സൈൻ 30, ദെൻ മൈനസ് ഇത് താഴേക്കല്ല, മൈനസ് 0.2 ആർ എൻ ആണ് സിഗ്മ എഫ് എന്ന് പറയുന്നത്. സോ ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഡയറക്ഷനിൽ ഫോഴ്സ് 0 അല്ലേ, സമ്മ 0 ആണ്. സോ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എൻ മൈനസ് 300 cos 30 is equal to 0 എന്നാണ് വരുന്നത് അല്ലേ. സോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 cos 30 ആണ്. ആർ എന്നിന്റെ പ്ലേസിൽ 300 cos 30 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് സിഗ്മ എഫ് എന്താന്ന് കിട്ടും, അത് എന്താന്നുള്ള കാര്യം എഴുതി വെക്കാം. ഫൈൻ. ഇപ്പൊ നമുക്ക് എസ് എന്താണെന്ന് അറിയാം, എം എന്താണെന്ന് അറിയാം, യു എന്താണെന്ന് അറിയാലോ. ആ വാല്യൂസ് എല്ലാം ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി, വിയുടെ വാല്യൂ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ദ നെക്സ്റ്റ് പ്രോബ്ലം, എ ബ്ലോക്ക് വെയിങ് 2500 ന്യൂട്ടൺ റെസ്റ്റ് ഓൺ എ ലെവൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അത് എവിടെ റെസ്റ്റ് ചെയ്യുന്ന, ലെവൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഇത് 2500 ന്യൂട്ടൺ ഉള്ള ഒരു ബോഡി റെസ്റ്റ് ചെയ്യുന്നത്. For which the coefficient of friction is 0.2. മ്യൂയുടെ വാല്യൂ തന്നിട്ടുണ്ട്. This block is pulled by a force of 1000 Newton acting at an angle of 30 degree to the horizontal. സോ ഈ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ ഒരു 30 ഡിഗ്രി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, 30 ഡിഗ്രി ഹൊറിസോണ്ടൽ ഒരു ഇൻക്ലൈൻ ഡയറക്ഷനിൽ ഒരു 1000 ന്യൂട്ടൺ ഫോഴ്സ് വെച്ചിട്ട് ആ ഒരു ബ്ലോക്കിന് പുൾ ചെയ്യേണ്ടത്, വലിക്കേണ്ടത്. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദ ബ്ലോക്ക് ആഫ്റ്റർ ഇറ്റ് മൂവ്സ് 30 മീറ്റർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. സോ ആ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് 30 മീറ്റർ കഴിഞ്ഞിട്ടുള്ള ആ ബ്ലോക്കിന്റെ വെലോസിറ്റി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇഫ് ദ ഫോഴ്സ് ഓഫ് 1000 ന്യൂട്ടൺ ഇസ് ദെൻ റിമൂവ്ഡ്, ഹൗ മച്ച് ഫർദർ വിൽ ഇറ്റ് മൂവ്. ഇപ്പൊ ഈ ഒരു 1000 ന്യൂട്ടൺ വെച്ചിട്ട് മൂവ് ചെയ്ത് പോവാണ്, പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് കുറച്ചും കൂടി ഡിസ്റ്റൻസ് മൂവ് ചെയ്യും. എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ബ്ലോക്ക് മാർക്ക് ചെയ്യുക, ബ്ലോക്കിന്റെ വെയിറ്റ് മാർക്ക് ചെയ്യുക. പിന്നെ പുള്ളല്ലേ, വലിക്കുന്ന രീതിയിൽ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ഇങ്ങനെ മാർക്ക് ചെയ്യുക, വേറെ രീതിയിൽ മാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് താഴേക്ക് ഇരിക്കുകയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിയാക്ഷൻ വരും. ബ്ലോക്ക് ഇങ്ങോട്ടേക്കല്ലേ വലിക്കുന്നത്, സോ റൈറ്റിലേക്ക് വരുന്ന രീതിയിൽ ആ ഡയറക്ഷനിലായിരിക്കും ബ്ലോക്ക് മൂവ് ചെയ്ത് പോകുന്നത്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യണം, ദാറ്റ് ഇസ് മ്യൂ ആർ എൻ മാർക്ക് ചെയ്യണം. ദെൻ ആർ എൻ മാർക്ക് ചെയ്തു. പിന്നെ ഈ 1000 ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ആണ്, അതിനെ റിസോൾവ് ചെയ്യണം. രണ്ട് ക്വാഡ്രന്റ് ആയിട്ട് മാർക്ക് ചെയ്തു. ഇത് അവേ ഫ്രം ദ പോയിന്റ് ആയിരുന്നു, അതിന്റെ കമ്പോണൻസ് അവേ ഫ്രം ദ പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ നിന്നാണ് ആംഗിൾ 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇത് 100,000 cos 30 ആയിരിക്കും, ഇത് 1000 sin 30 ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ആർ എൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആർ എൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ണും അടിച്ച് വെയിറ്റ് കൊണ്ട് ഇടരുത്, കാരണം ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ട് അല്ലേ. ആ ഫോഴ്സ് കാരണം ഇവിടെ ഒരു വെർട്ടിക്കൽ ഒരു ഫോഴ്സിന്റെ കമ്പോണന്റ് ഉണ്ട്. അപ്പൊ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 0 എന്ന് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സിനെ കൂടി റിസോൾവ് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കണം. അപ്പൊ ആർ എൻ മൈനസ് 2500 പ്ലസ് 1000 സൈൻ 30 ഇസ് ഈക്വൽ ടു 0 എന്ന് തന്നെ ഇടണം കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, ഇത് രണ്ടും പോസിറ്റീവ് ആണ് അല്ലേ. അപ്പൊ രണ്ടും ഇത് ആർ എന്നും ഇതും പോസിറ്റീവ് കൊടുത്തു, ഇത് താഴേക്കാൻ നെഗറ്റീവ് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആർ എൻ എന്താണെന്ന് ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ഫോഴ്സ് വർക്ക് എനർജി പ്രിൻസിപ്പിൾ അല്ലേ യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. സോ മോഷൻ ഡയറക്ഷനുള്ള ഫോഴ്സിന്റെ സം എന്താണെന്ന് കണ്ടുപിടിക്കുക. സിഗ്മ എഫ് എന്താണെന്ന് ആദ്യമേ കണ്ടുപിടിക്കുക. പിന്നെ ഡിസ്റ്റൻസ് നേരത്തെ എസ് എന്ന് തന്നിട്ടുണ്ടായിരുന്നു. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്, 30 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്ത് 30 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റിക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആദ്യം സിഗ്മ എഫ് കണ്ടുപിടിച്ചു.
അപ്പോൾ ഏതൊക്കെ വരും 1000 ഈ ഡയറക്ഷനല്ലേ പോസിറ്റീവ്, സോ 1000 കോസ് 30 മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഫ്രിക്ഷൻ ഫോഴ്സ് വരുന്നത് 0.2 എന്ന് വരും. Rn ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സിഗ്മ എഫ് കിട്ടി. നമ്മൾ എന്ത് എഴുതണം? അക്കോർഡിംഗ് ടു വർക്ക് എനർജി പ്രിൻസിപ്പിൾ സിഗ്മ എഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. സോ സിഗ്മ എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിസ്റ്റൻസ് 30 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. മാസ് നമുക്ക് തന്നിട്ടില്ല, വെയിറ്റ് തന്നിട്ടുള്ളൂ. സോ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി വെയിറ്റ് ഡിവൈഡ് ബൈ 9.81 ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് വി സ്ക്വയർ, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി. വി സ്ക്വയർ വെച്ചിട്ട് നിർത്താതെ വി വരെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അവർ പറയുകയാണ് ഇഫ് ആ ഒരു 1000 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഈ വി വെലോസിറ്റി മൂവ് ചെയ്യുന്ന ഒരു ബോഡിയിൽ നിന്ന് പെട്ടെന്നൊരു ഒരു ഫോഴ്സ് അങ്ങ് റിമൂവ് ചെയ്യാണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഇസ് ഈക്വൽ ടു 10.475 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി മൂവ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം വരെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നാണ്. സോ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്താണ്? വി ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും? യു ഇസ് ഈക്വൽ ടു 10.475ഉം വി ഇസ് ഈക്വൽ ടു 0 ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ബോഡിയുടെ മോഷന്റെ ഡയറക്ഷനുള്ള ഫോഴ്സ് എന്താണെന്ന് നോട്ട് ചെയ്യാം. ഈ 1000 ന്യൂട്ടൺ റിമൂവ് ചെയ്തല്ലോ. സോ ബാക്കിയുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷന് മാത്രം ഒരു ഫോഴ്സേ ഉള്ളൂ, ദാറ്റ് ഇസ് മ്യൂ ആർ എൻ. സോ മ്യൂ ആർ എൻ കണ്ടുപിടിക്കാൻ നേരത്ത് ആർ എൻ എന്താണെന്ന് ആദ്യത്തെ വാല്യൂ അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0യിൽ ഫിഗർ മാറി. അപ്പോൾ ആർ എൻ മൈനസ് 2500 ഇസ് ഈക്വൽ ടു 0 ആണ്. ആർ എൻ ഇസ് ഈക്വൽ ടു 2500 എന്നുള്ള കാര്യം ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു എക്സ് ഡയറക്ഷനിലുള്ളത് ആകെ ഓപ്പോസിറ്റ് ഡയറക്ഷനായതുകൊണ്ട് മൈനസ് മ്യൂ ആർ എൻ മാത്രമേ ഉള്ളൂ. സോ സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ആർ എൻ ആണ്. ആർ എൻ്റെ പ്ലേസിൽ 2500 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ സിഗ്മ എഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ സെറ്റ് ചെയ്ത് എഴുതാം. യുടെ വാല്യൂ 10.474 ആണ്, ബിയുടെ വാല്യൂ 0 ആണ്. സെറ്റ് ചെയ്തിട്ടുമ്പോൾ നമുക്ക് എസിനൊരു വാല്യൂ കിട്ടും.